നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കടുത്ത വേനലിലും സംഭരണശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ചിമ്മിനി ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക മേഖലയ്ക്കടക്കം ആശ്വാസമായി. അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാനും ചിമ്മിനി ഡാം ഒരുങ്ങിക്കഴിഞ്ഞു. പുതുക്കാട് മേഖലയിൽ ശക്തമായ വേനൽ മഴയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയുണ്ടായി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നവീകരണം പൂർത്തിയാക്കിയ വെള്ളിക്കുളങ്ങര മേക്കാടൻപടി റോഡ് നാടിന് സമർപ്പിച്ചു. നെടുമ്പാൾ പള്ളത്ത് CPMന്റെ കൊടിയും കൊടിക്കാലും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കടുത്ത വേനലിലും സംഭരണശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ചിമ്മിനി ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക ജലസേചന പദ്ധതികൾക്കും ചെറുകിട വൈദ്യുത ഉൽപാദന പദ്ധതിക്കും ആശ്വാസകരമായി. അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ചിമ്മിനി ഡാം ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലയിലെ 16,000 ഹെക്ടർ വരുന്ന കോൾപ്പാടങ്ങൾക്ക് ആശ്രയമാണ് ചിമ്മിനി ഡാമിലെ വെള്ളം. നിലവിൽ 63.97 മീറ്റർ വെള്ളമാണ് ചിമ്മിനിയിൽ ഉള്ളത്. ഇത് ഡാമിൻ്റെ സംഭരണശേഷിയുടെ 46%. കഴിഞ്ഞ വർഷം ഇതേ സമയം സംഭരണശേഷിയുടെ 16% മാത്രമായിരുന്നു ഡാമിലെ ജലനിരപ്പ്. വൈദ്യുത ഉൽപ്പാദനത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് തുറന്നുവിടുന്നത്. നിലവിൽ ദിനംപ്രതി 1.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക ജലസേചന പദ്ധതി. അനുബന്ധമായി അപൂർവമായ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ വനഭൂമി, ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ എന്നിങ്ങനെ ചിമ്മിനിയുടെ സവിശേഷതകൾ ഏറെയാണ്. വനയാത്ര, പ്രകൃതി പഠന ക്യാമ്പ്, ജലയാത്ര, ഉദ്യാനം, അക്വേറിയം, ഏറുമാടം എന്നിവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ ഇടം. പക്ഷേ കാലാകാലങ്ങളിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ചിമ്മിനിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വനംവകുപ്പും ഇറിഗേഷൻ, വിനോദസഞ്ചാര വകുപ്പുകളും ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമെല്ലാം പല സമയത്ത് ചിമ്മിനിയിൽ പദ്ധതികളുമായി എത്തി. എന്നാൽ ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായതിനാൽ ഒരു വിഭാഗം സഞ്ചാരികൾ മാത്രമാണ് ചിമ്മിനിയിൽ എത്തുന്നത്. കടുത്ത വേനലിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സന്ദർശക വിലക്ക് നീങ്ങുന്നതോടെ ഈ അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ചിമ്മിനി ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിന് മുകളിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ചിമ്മിനി ഡാമിൽ കടുത്ത വേനലിലും വെള്ളത്തിൻ്റെ അളവ് സംഭരണശേഷിയുടെ 46%. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. സന്ദർശകർക്കുള്ള താൽക്കാലിക വിലക്ക് നീങ്ങി ഈ വരുന്ന അവധിക്കാലത്ത് കൂടുതൽ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ചിമ്മിനി ഡാം. അതിനായി ചിമ്മിനി ഡാം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ചിമ്മിനി ഡാമിന് മുകളിൽ നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മേഖലയിൽ ശക്തമായ വേനൽ മഴ. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തത്. മഴയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയുണ്ടായി. കിഴക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സംയോജനം മൂലം ശനിയും ഞായറും എല്ലാ ജില്ലകളിലും ശക്തമായ ഇടിയും മിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. മഴയെ തുടർന്ന് പുതുക്കാട് ദേശീയപാതയിൽ ചെറിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡിൽ 5 മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
എച്ചിപ്പാറ വലിയകുളം ഭാഗത്താണ് റോഡിലേക്കും വൈദ്യുത ലൈനുകളിലേക്കുമായി മരങ്ങൾ വീണത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. ആർക്കും പരിക്കില്ല. ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം 3 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇതോടെ യാത്രക്കാർ വഴിയിൽ കുടുങ്ങിയ സ്ഥിതിയുമുണ്ടായി. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുത ബന്ധവും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരക്കും പൊടിഞ്ഞു വീണ് നന്ദിപുലം സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. നന്ദിപുലം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 5 മാള കുന്നത്തുകാട് വെച്ചായിരുന്നു അപകടം. താടിയിലിനും കാലിലും പരിക്കേറ്റ വിഷ്ണുവിനെ മാള ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേലഡൂരിലെ മിൽസ് കൺട്രോൾസ് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുത്തൻചിറയിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പ്ലാവിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് ബൈക്കിന് മുകളിൽ വീണത്. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ജനബാഹുല്യം അനുഭവപ്പെടുന്നതായി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് പറഞ്ഞു. തീർത്ഥാടകർക്കായുള്ള പാർക്കിംഗ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കിയതായി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ അറിയിച്ചു. രാത്രി 11 മണി വരെ കുരിശുമുടിയിൽ വൈദ്യുതി വിളക്കിന്റെ സൗകര്യം ഉണ്ടായിരിക്കും. ഏപ്രിൽ 13 ഓശാന ഞായറാഴ്ച മഹാർ തീർത്ഥാടനം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കുരിശുമല കയറ്റം ഉണ്ടാകും. അന്ന് വൈകിട്ട് 7-നുള്ള കുരിശുമുടിയിലെ കുർബാനയ്ക്ക് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. തീർത്ഥാടന നാളുകളിൽ വൈകിട്ട് 7 മുതൽ രാത്രി 11 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 8 മുതൽ 11 വരെയും തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുമെന്ന് PRO ഷോജൻ ഡി വിധേയത്തിൽ അറിയിച്ചു. ഏപ്രിൽ 27 മാർത്തോമ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ തീർത്ഥാടനം സമാപിക്കും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വ സന്ദേശ റാലി, പൊതു ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്ത്, വേസ്റ്റ് ബിന്നുകൾ എന്നിവ സ്ഥാപിക്കൽ, വിദ്യാലയങ്ങളിൽ പെൻ ബൂത്തുകൾ സ്ഥാപിക്കൽ എന്നിവയുടെ ഉദ്ഘാടനം പരിപാടിയോടനുബന്ധിച്ച് നടന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഷ്റഫ് ചാലിയത്തൊടി, ബിന്ദു ബഷീർ, പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാകരൻ ഒറ്റാലി, MB ജലാൽ, ജോജോ പിണ്ടിയാൻ, TS അനിൽകുമാർ, വിജിത ശിവദാസൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PR ലൗലി, സീനിയർ ക്ലർക്ക് B സലേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PH മുഹമ്മദ്, BEOമാരായ ശ്രീഹരി, PM മഞ്ജു, ദിവ്യ, IRTC കോർഡിനേറ്റർ PT ആര്യ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരണം പൂർത്തിയാക്കിയ വെള്ളിക്കുളങ്ങര മേക്കാടൻപടി റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ചിത്ര സ്വരാജ് അധ്യക്ഷത വഹിച്ചു. വീട്ടുജോലിക്കാരിയെ വീട്ടുകുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തനോളി ചേർപ്പുകാരൻ 59 വയസ്സുള്ള മല്ലികയെയാണ് കോടാലി കുട്ടിയമ്പലത്ത് ജോലി ചെയ്യുന്ന വീട്ടിലെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ജോലിക്കെത്തിയ ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈകിട്ട് 5:30 മണിയോടെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അശോകനാണ് മല്ലികയുടെ ഭർത്താവ്. മകൾ മഞ്ജു, മരുമകൻ സന്തോഷ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. അളഗപ്പനഗർ APHS സ്കൂളിൽ അളഗപ്പനഗർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, PTA പ്രസിഡന്റ് MS ശാലിനി, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറായ PM ജദീർ ക്ലാസുകൾ നയിച്ചു. അധ്യാപകരായ TG രേഖ, PD ലീന, T പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി സ്കൂളിന് ചുറ്റും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സുരക്ഷാ വലയം തീർക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തുക, ESI PF ഗ്രാറ്റുവിറ്റി അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് മോളി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി സുജാത ഷാജി, അജിത, പുഷ്പ കൃഷ്ണൻകുട്ടി, സുജാത ശശി എന്നിവർ പ്രസംഗിച്ചു. സൗജന്യമായി ചികിത്സിക്കാൻ സൗകര്യമുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ അവരെ അംഗങ്ങളാക്കണം. അത് ESI ആക്കണമെന്ന് പറയുന്നത്
മാത്രമല്ല അവർ തങ്ങൾ ജോലി ചെയ്ത കാലത്ത് നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി അവർക്ക് ലഭ്യമാകണം. ഒരു വർഷക്കാലം ജോലി ചെയ്താൽ 15 ദിവസത്തെ വേതനം ആനുകൂല്യമായി കണക്കാക്കി എത്ര വർഷം ജോലി ചെയ്തോ അത്ര വർഷത്തേക്ക് ആ രീതിയിലുള്ള ഗ്രാറ്റുവിറ്റി സംഖ്യ. നെടുമ്പാൾ പള്ളത്ത് CPM-ന്റെ കൊടിയും കൊടിക്കാലും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. AKG ദിനാചരണത്തിന് പള്ളത്ത് സജ്ജമാക്കിയ കൊടിയും കൊടിക്കാലുമാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. പുഷ്പാർച്ചനയ്ക്കായി പ്രവർത്തകർ രാവിലെ എത്തിയപ്പോഴാണ് കൊടിയും കൊടിക്കാലും നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ലോക്കൽ സെക്രട്ടറി KK രാമകൃഷ്ണൻ നേതൃത്വം നൽകി. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സമിതി അംഗം PT ജയൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം സമിതി അംഗം രതീഷ് ചാഴിക്കാട് നേതൃത്വം നൽകി. മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, സുനിൽകുമാർ കാട്ടിക്കുളം, പ്രിയ സജീവ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അവിട്ടപ്പള്ളിയിൽ നിന്നും ചെമ്പിച്ചിറ, നൂലുവള്ളി പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന റോഡ് പഞ്ചായത്ത് അനാസ്ഥ മൂലം യാത്രാ ദുരിതം നേരിട്ടു വരികയാണെന്ന് BJP ആരോപിച്ചു. കല്ലൂരിലെ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളും രോഗബാധിതർ. ചികിത്സയ്ക്കായി വേണ്ടത് 1 കോടി രൂപ. ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ആദൂർ 14-ാം വാർഡിൽ ചക്കാലമറ്റത്ത് വളപ്പിൽ ജിബിൻ ജോസഫ്, ഭാര്യ ജെമി ജിബിൻ, മകൻ 11 വയസ്സുകാരൻ ജെഫ് ജിബിൻ എന്നിവരാണ് രോഗപീഠകളിൽ കഴിയുന്നത്. ജിബിനും ഭാര്യ ഫെമിയും കഴിഞ്ഞ 20 വർഷമായി വെള്ളപ്പാണ്ടിൻ്റെ അസുഖം മൂലം മരുന്നുകൾ കഴിച്ചിരുന്നു. ഇതിൻ്റെ പാർശ്വഫലമായി കുടലിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖം പിടിപെടുകയും അതിനെ തുടർന്ന് കുടലിലും മലദ്വാരത്തിലും വലുതും ചെറുതുമായ മുഴകൾ നിറയുകയുമായിരുന്നു. മുഴകൾ നീക്കം ചെയ്യുന്നതിന് വലിയൊരു ശസ്ത്രക്രിയ വേണം. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ ജീവിതകാലം മുഴുവൻ ചികിത്സയുമായി മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് ഇരുവരും. മാസം 20,000 രൂപയോളം ഇരുവർക്കും മരുന്നിന് മാത്രമായി ചിലവഴിക്കണം. ഇവരുടെ ഏക മകനാണ് ജെഫ് എന്ന 11-കാരൻ. പ്രസവ സമയത്തെ സങ്കീർണതകൾ മൂലം ബ്രെയിനിലും സ്പൈനൽ കോഡിലും തകരാർ സംഭവിച്ച ജെഫിന് ഇതുവരെ നടക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന ജെഫിനെ ശുശ്രൂഷിക്കാൻ എപ്പോഴും ഒപ്പം കൂടെയുണ്ടാകേണ്ട അവസ്ഥയാണ് ജിബിനും ഫെമിക്കും. നീണ്ട നാളത്തെ ചികിത്സാ ചിലവുകൾക്കായി ഇരിക്കുന്ന കിടപ്പാടം ഉൾപ്പെടെ പണയപ്പെടുത്തിയതോടെ തുടർ ചികിത്സയ്ക്കും അതിജീവനത്തിനുമായി ഭീമമായ തുക കണ്ടെത്തേണ്ട നിലയിലാണ് ഈ കുടുംബം. ഞങ്ങൾക്ക് 3 പേർക്കും മോനാണെങ്കിൽ ജനിച്ചിട്ട് ഇന്നവരെ നടന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ബ്രെയിൻ സ്പൈനൽ ഡാമേജാണ്. എനിക്കും വൈഫിനും പാണ്ടിൻ്റെ അസുഖം കൊണ്ട് കല്യാണം കഴിച്ചാണ്. കുറേ മരുന്നുകൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം തൊണ്ട മുതൽ അടിവരെ തൊലിയൊക്കെ പറഞ്ഞു പോയി. അൾസറേറ്റീവ് കൊളൈറ്റിസും പിന്നെ 3 സെൻറ്റിമീറ്ററുള്ള മുഴകൾ വന്നെന്ന് അറിയണം. അതിന് ഓപ്പറേഷൻസ് കുറേ നടക്കണമുണ്ട്. ഞങ്ങളുടെ എല്ലാം എന്താ പറയുക, ഇപ്പോൾ വീടും ജോലിയും ഒക്കെ പോയി, എല്ലാം പണയം വെച്ചും എല്ലാം എന്താ പറയുക മോൻ്റെ ചികിത്സ ഇവിടം വരെ എത്തിച്ചത്. മോനാണെങ്കിൽ നടന്നിട്ടുമില്ല, 11 വയസ്സായി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും എല്ലാവരുടെ സഹായം വേണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഞങ്ങളുടെ ചികിത്സകളൊക്കെ മരണം വരെ ഞങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ മകനിപ്പോൾ ഇതുവരെ നടന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അവനെ ഒന്ന് നടത്തണം, സംസാരിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുപോലുള്ള ഓപ്പറേഷൻസും ചികിത്സകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തോരം കാലം ഞങ്ങൾ ജീവിച്ചിരിക്കണം, അതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാവരും സഹായിക്കണം. ഇതൊരു 3 പേരുടെ ജീവൻ നിലനിർത്താനുള്ളൊരു കാര്യമാണ്. പരമാവധി എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. 3 പേരുടെയും ചികിത്സയ്ക്കായി 1 കോടി രൂപയോളം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ കുടുംബത്തെ സഹായിക്കാൻ KK രാമചന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് എന്നിവർ രക്ഷാധികാരികളും വാർഡ് മെമ്പർ സലീഷ് ചെമ്പാറ ചെയർമാനുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥിര താമസക്കാരായ ജിബിനും ഫാമിലിക്കും 3 പേരാണ്. ജിബിനും അതുപോലെ ഭാര്യ ഫെമി അതുപോലെ മകൻ, ഈ 3 പേർക്കും ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, അവർക്ക് ജോലിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥ. അപ്പം അത്തരം സാഹചര്യം നമ്മളിവിടെ നാട്ടുകാരും അതുപോലെ എല്ലാ MLA അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്ന ആളുകൾ ഞങ്ങളൊരു ജനകീയ സമിതി രൂപീകരിച്ച് അവർ ചികിത്സയ്ക്കായി വേണ്ടിയിരുന്ന 1 കോടി രൂപയോളം ചികിത്സയ്ക്കായി വേണം.
എന്നാൽ ഇന്നത്തെ കാലത്ത് ഒട്ടനവധി തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മളിത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിനൊക്കത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും എല്ലാവരും ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി 1 കോടി രൂപ സമാഹരിച്ച് ഇവരുടെ ചികിത്സയൊക്കെ നല്ല രീതിയിലാക്കിക്കൊണ്ട് ഈ കൊച്ചുമകനെ നമ്മുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കാവുന്ന രീതിയിൽ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ കുടുംബത്തെ നമുക്ക് പറ്റണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുക. ഈ കുടുംബത്തെ നമുക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സുമനസ്സുകൾക്ക് കനറ ബാങ്കിൻ്റെ തൃക്കൂർ ബ്രാഞ്ചിൽ 1128484833 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. ജിബിനും ഭാര്യ ഫെമിയും ഏകമകൻ ജെഫ് എന്ന ഈ കുഞ്ഞുമോനും കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത രോഗപീഠകളിലൂടെയാണ്. ഈ കുടുംബത്തിന് ജീവനും ജീവിതവും നിലനിർത്താൻ ഉദാരമതികളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ജിബിനും ഭാര്യയ്ക്കും മകനും വേണ്ടിയുള്ള ചികിത്സാ സഹായ സമിതിയിലേക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകി ആമ്പലൂർ ക്ലബ്ബ് പാം ബ്രീസ്. അംഗങ്ങളുടെ സഹകരണത്തോടെ സമാഹരിച്ച തുക KK രാമചന്ദ്രൻ MLA സാന്നിധ്യത്തിലാണ് കൈമാറിയത്. ക്ലബ് പ്ലാം ബ്രീസ് പ്രസിഡന്റ് സ്റ്റോജൻ പിടിയത്ത്, സെക്രട്ടറി ബിജു കൂവക്കാടൻ, ട്രഷറർ ഫ്രാൻസിസ് പുതുശ്ശേരിപ്പടി, എക്സിക്യൂട്ടീവ് അംഗം ജോൺസൺ മഞ്ഞളി എന്നിവർ സന്നിഹിതരായിരുന്നു. കുടലിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് രോഗബാധിതരായ കല്ലൂർ ചക്കാലമറ്റത്ത് വളപ്പിൽ ജിബിനും ഭാര്യ ഫെമിക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ദമ്പതികളുടെ മകൻ ജെഫിന്റെയും ചികിത്സയ്ക്കായാണ് തുക നൽകിയത്. അസുഖബാധിതരായിട്ടുള്ള കല്ലൂരിലെ ഈ ആദൂർ പ്രദേശത്തെ നമ്മുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് നമ്മുടെ പൊതുവിൽ എല്ലാവരും അത് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ ഞാൻ ഈ ഫണ്ട് ഇവർ സ്വരൂപിച്ച ഫണ്ട് 1 ലക്ഷം രൂപ അവരംഗങ്ങൾ തന്നെ പരസ്പരം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ക്ലബ്ബിൽ നിന്നൊരു പണം എടുത്തിട്ടല്ല ഞങ്ങളത് പരമാവധി ചെയ്യാറ്. ക്ലബിലെ മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഒരു സേവനം എന്ന രീതിയിൽ ഞങ്ങൾ പിരിച്ചിട്ടാണ് ഈ സംഖ്യ ഇങ്ങനെയുള്ള സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിന്റെ കണ്ണീരൊപ്പാൻ കൂടെയുണ്ടെന്ന് സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ ജീവൻ പൊലിഞ്ഞ മുകുന്ദൻ, ഫിലോമിന, ജോസ്, ശശി എന്നിവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. മാപ്രാണം ദേവസിയുടെ വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിക്ക് മുൻപിൽ വീട്ടുവിശേഷങ്ങൾക്കൊപ്പം കരുവന്നൂർ ബാങ്കുമായി സംബന്ധിച്ച കാര്യങ്ങളും ഓരോരുത്തരും പങ്കുവച്ചു. സഹകാരികൾക്ക് വേണ്ടി കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സമരത്തിൽ തിരിച്ചു വരുന്നു. ഇതുപോലെ തന്നെ അവിടെയും പ്രതിസന്ധിയിലാണ്. കരകയറ്റം ഉണ്ടാവട്ടെ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സമരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാവും. അതായത് ഇങ്ങനെ സംസ്ഥാനം മൗനം പാലിക്കാതെ പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞില്ല. ആ പറഞ്ഞത് സമരം പരിഹരിക്കണം. എന്തായാലും സമരം പരിഹരിക്കല്ല, അവരുടെ ജീവിതം നേരെയാണ്. സമരമല്ല പരിഹരിക്കേണ്ടത്, അവരുടെ ജീവിതമാണ്. ഇന്നത്തെ ഈ സന്നിഗ്ധ അവസ്ഥയാണ് പരിഹരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രിക്ക് അത് മനസ്സിലാവാത്തതാണോ പ്രശ്നം? എന്നെ കൊണ്ട് അങ്ങനെ കുറ്റം പറയിക്കുക. ഞാൻ അന്നും കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കും. ഞാൻ എന്താ പറഞ്ഞത്? ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചൊടിച്ചത് നുണയായിട്ടത് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വെട്ടി എടുത്തില്ല. 1972 വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യനെയും കൃഷിയെയും രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത് നയിക്കുന്ന ജില്ലാ മലയോര ജാഥ പര്യടനം കോടാലിയിൽ സമാപിച്ചു. KCM സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി അധ്യക്ഷനായി. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, ബേബി നെല്ലിക്കുഴി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, PI മാത്യു, OP ജോണി എന്നിവർ സന്നിഹിതരായി.
വിവിധ കേന്ദ്രങ്ങളിൽ CK വർഗീസ്, ജൂലിയസ് ആന്റണി, പത്രോസ് അമരത്ത് പറമ്പിൽ, റോസ്ലി തോമസ് എന്നിവർ പ്രസംഗിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുൻപായി നാടിന് സമർപ്പിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രി K രാജനും അറിയിച്ചു. പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. യോഗത്തിന് ശേഷം മന്ത്രിതല സംഘം സുവോളജി പാർക്ക് സന്ദർശിച്ചു. കിഫ്ബി CEO KM എബ്രഹാമും യോഗത്തിൽ പങ്കെടുത്തു. മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ AI വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട്. മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വനമന്ത്രി പറഞ്ഞു. മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും. മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തിയാക്കും. പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റോഡരികിലുള്ള മരം മുറിക്കുന്നതും വൈദ്യുത കമ്പികളും പോസ്റ്റുകളും മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്ത ആഴ്ച ആരംഭിക്കും. കൃത്യമായ ടൈം ലൈനിൽ ജോലികൾ പൂർത്തിയാക്കും. 269 കോടി രൂപയാണ് ആദ്യ നിർമ്മാണത്തിനായി അനുവദിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് 333 കോടി രൂപയായി ഉയർന്നു. പാർക്കിന് ചുറ്റും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസുകൾ നൽകുന്നതിനും അധിക തുക വേണ്ടിവരുമെന്ന് സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ് യോഗത്തിൽ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ 13 ആനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു. പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായവും കൈമാറി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി, സെൻട്രൽ സർക്കിൾ CCF ഡോക്ടർ R അടലരാശൻ, DFO രവികുമാർ മീണ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ KK സുനിൽകുമാർ, BN നാഗരാജു, CPWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മധുസൂദൻ റാവു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പാർക്ക് സന്ദർശിക്കാനും വൈവിധ്യമാർന്ന ഇവിടുത്തെ വന്യമൃഗ സങ്കേതങ്ങളെ കാണാനും അവർക്ക് കഴിയും. അതുപോലെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചില നടപടികളും ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ വളരെ പ്രശംസനീയമായ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ചിലപ്പോഴൊക്കെ ന്യൂനതകൾ മാത്രം പെരുപ്പിച്ച് കാട്ടി നല്ല വശത്തെ മറക്കുന്ന ഒരു രീതിക്ക് പകരം ധാരാളമായിട്ട് മൃഗങ്ങളുടെ നടപടിക്രമങ്ങൾ, മൃഗങ്ങൾ എത്തിച്ചേരാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആലോചിച്ചു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചത് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒന്നാലോചിച്ച് രാജ്യത്തിൻ്റെ തന്നെ വിവിധ മേഖലകളിലുള്ള മൃഗശാലകളുടെ പ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികളും കൂട്ടിച്ചേർന്നുകൊണ്ട് സുവോളജിക്കൽ പാർക്കിനെ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അനിമൽ എക്സ്ചേഞ്ച് എന്നുള്ള ആശയത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് കൂടുതൽ ഉറപ്പിക്കാനും വേണ്ടി ഒരു കോൺക്ലേവ് ഇതുമായി ബന്ധപ്പെട്ട പിന്നെ സൂവിൻ്റെയും ഫോറസ്റ്റ് വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെ രാജ്യതലത്തിൽ നിൽക്കുന്ന ഒരു കോൺക്ലേവ് സുവോളജിക്കൽ പാർക്കിൽ വെച്ച് നടത്തണം എന്ന ഒരു ആലോചന നടത്തുകയുണ്ടായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ SSC വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, MV തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, സുമ ഷാജു എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ പുതുക്കാട് മണ്ഡലം ജനസഭ ഞായറാഴ്ച രാവിലെ 10:30 കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. KK രാമേന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ് എന്നിവർ പങ്കെടുക്കും.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കഥാജാഥയും ഫ്ലാഷ് മോബും തിങ്കളാഴ്ച രാവിലെ 9 നടത്തും. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. മാർച്ച് മാസം ദേശീയ കൊളോറക്ടൽ ക്യാൻസർ അവബോധ മാസമാണ്. വൻകുടലിലെയും മലാശയത്തിന്റെയും അർബുദത്തിന്റെയും സ്ക്രീനിംഗ്, പ്രതിരോധം, നേരത്തെ കണ്ടെത്തൽ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഇങ്ങനെയൊരു അവബോധ മാസം ആചരിക്കുന്നത്. കൊളോറക്ടൽ ക്യാൻസർ അഥവാ മലാശയാർബുദം എന്നത് വൻകുടലിന്റെയും ഭാഗമായ കൊളോണിലും റെക്ടലിലും ഉണ്ടാവുന്ന അർബുദമാണ്. റിപ്പോർട്ടിലേക്ക്. ജനിതക കാരണങ്ങൾക്കപ്പുറം ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് മലാശയ അർബുദത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്നിവയുടെ അമിത ഉപയോഗം, കൊഴുപ്പ് അമിതമായി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മലാശയ അർബുദ സാധ്യത കൂട്ടാം. അതുപോലെ അമിത മദ്യപാനം, പുകവലി, വ്യായാമമില്ലായ്മ എന്നിവ കാരണവും ഈ ക്യാൻസർ സാധ്യത കൂടാം. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന മലാശയ അർബുദ മരണങ്ങൾക്ക് പിന്നിൽ അമിതവണ്ണവും മദ്യപാനവുമാണെന്ന് അടുത്തിടെ ഒരു പഠനം കണ്ടെത്തിയിരുന്നു. മിലാൻ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. അനാൽസ് ഓഫ് ഓങ്കോളജി എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളാണ് മലാശയ അർബുദത്തിന്റെ ഒരു പ്രധാന ലക്ഷണം. മലബന്ധം, വയറിളക്കം അടിക്കടി അനുഭവപ്പെടുക, മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം, വയറിൽ സ്ഥിരമായുള്ള വേദനയും അസ്വസ്ഥതയും, വയറ്റിൽ നിന്ന് പോകുമ്പോൾ സ്ഥിരം രക്തസ്രാവം ഉണ്ടാകുന്നതും മലാശയ അർബുദത്തിന്റെ സൂചനയാകാം. മലത്തിന്റെ രൂപം, അളവ് എന്നിവയിലെല്ലാം മാറ്റങ്ങൾ വരിക, എപ്പോഴും വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള തോന്നൽ, ഗ്യാസ്, മറ്റ് ദഹന പ്രശ്നങ്ങൾ, വിളർച്ച, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തലചുറ്റൽ തുടങ്ങിയവയൊക്കെ മലാശയ അർബുദത്തിന്റെ സൂചനകളായും കാണപ്പെടാം. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ ശബ്ദോപയോക്താക്കൾക്കായി വോക്കോളജി സർട്ടിഫിക്കറ്റ് കോഴ്സ് മെയ് 14 മുതൽ 18 വരെ നടത്തുന്നു. ഈ കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള അവസാന തീയതി ഏപ്രിൽ 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 36 667 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8230 രൂപയും പവന് 65,840 രൂപയും രേഖപ്പെടുത്തി. ചെങ്ങാലൂർ എലുവത്തിങ്കൽ ആന്റണി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് ചെങ്ങാലൂർ കലമറ മാതാ പള്ളിയിൽ. ജോളിയാണ് ഭാര്യ. ജോൺ പോൾ, ജൂഡിറ്റ്, മെറീന എന്നിവർ മക്കളും ഗീതു, ഡെന്നി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പാറമേക്കാടൻ വേണു അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ മാട്ടുമല അരിക്കാട്ട് ചന്ദ്രൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് വടക്കേത്തുറവ് ഉറവത്ത് കൊച്ചുത്രേസ്യ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കടുത്ത വേനലിലും സംഭരണശേഷിയുടെ 46% വെള്ളം അവശേഷിക്കുന്നത് ചിമ്മിനി ഡാമിനെ ആശ്രയിക്കുന്ന കാർഷിക മേഖലയ്ക്കടക്കം ആശ്വാസമായി. അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാനും ചിമ്മിനി ഡാം ഒരുങ്ങിക്കഴിഞ്ഞു. പുതുക്കാട് മേഖലയിൽ ശക്തമായ വേനൽ മഴ. മഴയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയുണ്ടായി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് ഭക്തജന തിരക്കേറി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നവീകരണം പൂർത്തിയാക്കിയ വെള്ളിക്കുളങ്ങര മേക്കാടൻപടി റോഡ് നാടിന് സമർപ്പിച്ചു.
നെടുമ്പാൾ പള്ളത്ത് CPM-ന്റെ കൊടിയും കൊടിക്കാലും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. അവിട്ടപ്പള്ളി ചാഴിക്കാട് റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.